ഈ പ്രദേശത്തെ മാധ്യമ സുഹൃത്തുക്കളെ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോടൊപ്പം ഞാനും നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാര്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞു. അതേ സംബന്ധിച്ചൊന്നും ഇനി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും അന്തസ്സോടെ തല ഉയർത്തി നമ്മുടെ അഭിമാനത്തെ ചോർന്നു പോകാതെ അഭിമാനത്തോടെ ഓരോ ചുവടും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും തൻ്റെടവും ഈ നാട്ടിലെ ഓരോ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകണം. കുട്ടികൾക്കും അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം ഉണ്ടാകണേ. ഏത് പാവപ്പെട്ടവനും ഏത് പണക്കാരനായാലും എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ്. ഏത് ജാതി മതസ്ഥരും ഒന്നുപോലെയാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ജാതി മത ചിന്തകൾ കുത്തിത്തിരികെ കയറ്റിക്കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങളെ തള്ളിക്കളയാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകണം. ഒരു കോംപ്രമൈസും ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകരുത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പലപ്പോഴും വർഗീയതയും രാഷ്ട്രീയതയും അത് കൂട്ടിക്കലർത്തിക്കൊണ്ട് മത ചിന്തകളും ജാതി ചിന്തകളും ഉണ്ടാക്കി ഈ മനുഷ്യ സമൂഹത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് നേടാൻ വരുന്നവരെ തിരസ്കരിക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടാകണം. ഈ നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരായിട്ട് വരണം. കുറേ നാൾ ഞാനും നിങ്ങളുടെ കൂടെ ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുള്ളതല്ലേ. അന്നത്തെ പാർട്ടി എനിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം തന്നപ്പോഴൊക്കെ ഈ നാട്ടിലെ ഓരോ ജനങ്ങളോടും ഒപ്പം ജാതിയോ മതമോ നോക്കാതെ അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, ഓരോ ആളിൻ്റെയും സങ്കടകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ട് സാധിക്കാവുന്നത് ചെയ്യാനുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അധികാരമോഹമെന്ന് ആക്ഷേപിച്ചാൽ അധികാരം സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നവരുടെ വാക്കുകളാണ് വന്നിട്ടുള്ളത്. അതാണ് എനിക്കതിന് പറയാനുള്ള മറുപടി. ഈ കാലം അത്രയും നിങ്ങളോടൊക്കെ ഞാൻ ആരുടെയെങ്കിലും കൊടി ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്ന് എൻ്റെ വീട്ടിലെ ഔട്ട് ഹൗസിലായിരുന്നല്ലോ ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഏതെങ്കിലും മനുഷ്യർ നിങ്ങൾ ഏത് പാർട്ടിയിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരാൾ പറയട്ടെ, ഏത് ജാതി മതസ്ഥരാന്ന് ചോദിച്ചിട്ടുണ്ടോ? എത്രയോ പാവപ്പെട്ട മനുഷ്യർ, ഇത് തൊട്ടപ്പുറത്തല്ലേ എൻ്റെ വീട്. എത്ര മനുഷ്യരാണ് ഓരോരോ ആവശ്യങ്ങളായിട്ട് വരുന്നത്. നമ്മളാരെങ്കിലും വലിയ ആൾക്കാരാണോ? നമ്മളൊന്നും വലിയ ആളല്ല. നമുക്ക് വരുന്ന ആ അധികാരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സമയം കളയാതെ ചെയ്യണം. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. സങ്കടം തോന്നുന്നുണ്ട്. 2021 മുതൽ 26 വരെ ആയ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സാക്ഷിയാണല്ലോ. നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാണല്ലോ. ഒരു ധനകാര്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണോ വരേണ്ടത്? ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു. ഇനി എത്രയോ യോഗങ്ങളുണ്ട്, അതിലെല്ലാം പറയാം. വെല്ലുവിളിക്കുന്നു. എന്ത് കാര്യം ചെയ്തു ഈ 5 വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം. ചെട്ടിയാരഴികത്ത് പാലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോ? ലജ്ജയില്ല എന്ന് നോക്കിയേ. ഇവിടുത്തെ ചാനലുകളിൽ മുഴുവൻ കഴിഞ്ഞ തവണ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെട്ടിയാരഴികത്ത് പാലത്തിന് 10.46 കോടി രൂപ അന്ന് സുധാകരൻ മിനിസ്റ്റർ ഇരുന്നപ്പോൾ പോയി ഇടപെട്ട് വാങ്ങിച്ചു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മറ്റൊരു RIDF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MP രശ്മി അടക്കം ഇവിടെയുണ്ട്, ജില്ലാ പഞ്ചായത്തിലിരിക്കുമ്പോൾ അതുവഴി ഒരു വലിയ പരിശ്രമവും മണ്ണ് ടെസ്റ്റും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിലെ ഫണ്ട് വരാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ വീണ്ടും തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കിഫ്ബി പദ്ധതികൾ വന്നപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പാലം പൂർത്തീകരിച്ചതല്ലേ. ചെറിയൊരു മിനുക്കുപണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും, അന്ന് പെരുമാറ്റച്ചട്ടം വന്നില്ലായിരുന്നെങ്കിലും അന്നത് ഉദ്ഘാടനം ചെയ്യില്ലേ. ഇപ്പം അതൊരു വലിയ മേനി നടിച്ച് ഇനി ഓരോന്നോരോന്ന് എണ്ണി പറയും. എൻ്റെ മനസ്സിൽ 1 മുതൽ അവസാനം വരെ ചെയ്തിട്ടുള്ളതുണ്ട്. ഇത് വെറുതെ അല്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഞാൻ അക്കാഡമിക് ജീനിയസ് ഒന്നുമല്ല. ഞാൻ നിയമബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ളൊരു ചെറിയ ആളാണ്. അദ്ദേഹവും അത് തന്നെയായിരിക്കാം. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും നല്ല ഇടപെടലിലൂടെ ഏത് അധികാരം വന്നാലും സമയബന്ധിതമായിട്ട് മനുഷ്യന് നാട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കണം. എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, ഇവിടെ മുതുകാടിൻ്റെ വലിയ മാജിക്ക് വല്ലതും നടക്കുന്നുണ്ടോ എന്ന്. എന്തെന്നറിയോ, നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ബസ് സ്റ്റാൻഡ് വരുന്നു എന്ന്. ഇവിടുത്തെ ഒരു കൗൺസിലറുടെ ഉൾപ്പെടെ ഉള്ള വീഡിയോ നിങ്ങളൊന്ന് നോക്കിക്കോ. ഇവിടുത്തെ മീഡിയയിൽ കൂടെ വരുന്നുണ്ട്, കാണുന്നുണ്ട്.
ഞാനും വിചാരിച്ചടാ ഈ ഒരു 1-2 മാസം കൊണ്ട് എങ്ങനെയാണ് എയർപോർട്ട് പോലെ ഒരു ബസ് സ്റ്റാൻഡ് ആക്കുക എന്ന്. നിങ്ങൾക്കറിയാമോ, ഞാൻ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജയിച്ചു വന്നപ്പോൾ ഈ കിഫ്ബി പദ്ധതികളൊക്കെ വന്നപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ആയത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അന്നും ഞാൻ MLA ആയിരുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റി ആക്കി. ആ മുനിസിപ്പാലിറ്റിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ടൗൺ പ്ലാനറെ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ എല്ലാം തയ്യാറാക്കിച്ചു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അതിന് മുൻകൈ എടുത്തില്ല. ആ ഇറിഗേഷൻ വകുപ്പിൻ്റെ 5 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ കാണാപ്പാടം പറഞ്ഞുതരാം. ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച കാര്യങ്ങളായതൊക്കെ. ഒരു ജനപ്രതിനിധിയായിട്ടിരുന്ന് ചുമ്മാ ഇരുന്നാൽ പോരാ, ഓരോ മേഖലകളും അറിയാൻ വയ്യെങ്കിൽ ആദ്യം മുതൽ കണ്ടും കേട്ടും പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. അവിടെ ഒരു 3 ഏക്കർ വിട്ടുതരാൻ വേണ്ടി പിറകെ പോയതാണ്. പിറകെ പോയി. പക്ഷെ ഞാനൊരു MLA മാത്രമായിരുന്നു. മന്ത്രിയായപ്പം എളുപ്പമല്ലേ. അദ്ദേഹം വന്നിട്ടിപ്പോൾ 1.5 വർഷം മുമ്പ് എന്തോ അത് മാറ്റിക്കിട്ടി. പക്ഷേ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വലിയ തോതിൽ ഫ്ലക്സ് വെച്ചിട്ട് ഇത് അനുവദിച്ചു. ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ 5 കോടിയുടെ ഫ്ലക്സ് ഇരുന്നിട്ട് എത്ര നാളായെന്നറിയോ? എത്ര കോടി രൂപ ഇവിടെ ഉണ്ടെന്നറിയോ? ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് പിൽഗ്രിം ടൂറിസം ആക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലേ? എത്ര അധികാരമാണുള്ളത്? ചുറ്റുവട്ടത്ത് ഒരുപാട് പേർ കൂടി നിന്നാൽ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. നമ്മളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ നാട്ടിലെ ജനങ്ങളല്ലേ വലുത്. അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ടതില്ല. ഏത് മനുഷ്യൻ്റെ പ്രയാസങ്ങൾ വന്നാൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ എന്ത് പ്രയാസപ്പെട്ടിട്ടാണ് 59.46 കോടി രൂപ അനുവദിപ്പിച്ച് എല്ലാ ക്രമീകരണങ്ങളും നടത്തി ചെറിയൊരു ദൂരം കടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇപ്പം വെഞ്ഞാറമൂട് പണിയുന്നുണ്ട്. അതിൻ്റെ താഴെയെല്ലാം പാർക്കിംഗ് പറ്റും. കടകളിൽ കയറേണ്ടവർക്ക് അവർക്കിടാം. അത് ഒഴിവാക്കിയില്ലേ ഈ ഗവൺമെൻറ് വന്നപ്പം? ഇപ്പം ധനകാര്യമന്ത്രി വന്നിട്ട് അത് ഒഴിവാക്കിയില്ലേ? ബൈപ്പാസ് വരുമെന്ന് 5 വർഷം കൊണ്ട് പറയല്ലേ. ഞാനതാണ് പറഞ്ഞ മുതുകാടിൻ്റെ മാജിക് ഇവിടെ നടക്കുകയാണോ എന്ന്. ഇതുപോലെ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും എവിടെയാണെന്ന് തോന്നും. വലിയ തോതിൽ AI ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ എൻ്റെ വക്കീലാഫീസ് തൊട്ടപ്പുറത്താണ്. അവിടെ ഇന്നാളെ ഒരു 2-3 കക്ഷികൾ വന്നപ്പോൾ ഈ വലിയ തോതിലുള്ള വീഡിയോ പ്രചരണം കണ്ടിട്ട് എന്നോട് ചോദിച്ചു, മാഡം ഇത് എവിടെയാണ് ഈ കെട്ടിടം വന്നേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞത് വരാൻ പോകുന്ന എൻ്റെ ഒരു ഡിസൈനാണ്. ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞാലേ നടക്കണ്ടേ? ഞാൻ പറയട്ടെ, ആദ്യത്തെ 5 വർഷം ഞാൻ ആദ്യമായിട്ട് MLA ആയി. ഞാൻ തോപ്പിച്ചെന്ന് ഞാൻ പറയില്ല ബാലകൃഷ്ണപിള്ള സാറിന്. ഈ നാട്ടിലെ ജനങ്ങളാണ് തോപ്പിച്ചത്. ഞാൻ അതിനൊരാളായി എന്നുള്ളതേ ഉള്ളൂ. ജയിച്ചു വന്നപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ഞാൻ ദീർഘകാലം പ്രാക്ടീസ് ചെയ്ത കോടതികൾക്ക് കെട്ടിടം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ ഫസ്റ്റ് സബ്മിഷനായിരുന്നു. ആ 5 വർഷത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അന്നത്തെ 5.25 കോടി രൂപയുടെ 5 നില കെട്ടിടം പൂർത്തീകരിച്ചു. ഇന്ന് എത്ര ജില്ലാ കോടതി അവിടെ വന്നു. വക്കീലന്മാർക്കും കക്ഷികൾക്കും ദൂരെ പോകാതിരിക്കാം. ഇവിടുത്തെ സിവിൽ സ്റ്റേഷൻ അറിഞ്ഞില്ലേ? എത്ര മനോഹരമായിട്ട് തല ഉയർത്തി നിൽക്കുമ്പോൾ അഭിമാനത്തോടെ കാണാൻ കഴിയും. എന്ത് ഹാർഡ് വർക്ക് ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ ടേണിൽ 5 വർഷം കൊണ്ട് അവിടുത്തെ സകലമാന താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ളത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ള ഏറ്റവും വലിയ കഠിനമായ പ്രവർത്തനമാണ് ചെയ്തത്. എല്ലാവരെയും ചേർത്തുകൊണ്ട് അതെല്ലാം ആക്കി സൈറ്റ് ക്ലിയർ ചെയ്തു. കോടതി സമുച്ചയത്തിന് ഞാൻ ദീർഘിപ്പിച്ച് പോവുകയല്ല. ഇങ്ങനെ ഓരോന്നോരോന്നും എനിക്ക് എവിടെ എഴുതി വയ്ക്കണ്ട, എണ്ണി അതിൻ്റെ എമൗണ്ട് അടക്കം പറയാൻ എനിക്കറിയാം. ഈ നാട് തന്ന സ്നേഹമാണത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചേർന്ന് തന്നെ ശക്തിപ്പെടുത്തിയതാണ്. പക്ഷെ ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്താലേ പറ്റുള്ളൂ. ആ ജോലി എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള സാറൊക്കെ എത്രയോ വർഷം ഇവിടെ മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നു. ഞാൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ജയിപ്പിച്ചതെന്താ? ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഫസ്റ്റ് ടേണിൽ തന്നെ ഇവിടെ ഒരു ഫയർഫോഴ്സ് ഉണ്ടായിരുന്നില്ല ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ, അറിയാവോ? അത് കൊണ്ടുവന്നില്ലേ? ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ബസ് സ്റ്റാൻഡിലെ. അപ്പോൾ എല്ലാവരും ആദ്യമൊക്കെ ഇത് വരാൻ പോകുന്നുണ്ടോ എന്ന് കളിയാക്കിയവർ തന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു. അന്ന് VS സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ വന്നത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. സ്കൂൾ കെട്ടിടം, ബോയ്സ് ഹൈസ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് അന്ന് പണിഞ്ഞു. ഇങ്ങനെ പുത്തൂര് എല്ലായിടത്തും, കൊളക്കട, പല സ്ഥലങ്ങളിലും ടൂറിസം പദ്ധതി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്നോട് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു, ഐഷ പോറ്റി പറയണം LDF ഗവൺമെൻറ് വന്നപ്പോഴല്ലാതെ എന്തിവിടെ ചെയ്തു എന്ന്. എത്ര കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നറിയട്ടെ. റൂറൽ SP ഓഫീസ് ആദ്യ ടേണിൽ കേരളത്തിൽ 2 അനുവദിച്ചപ്പോൾ തൃശ്ശൂരും കൊല്ലത്തും വന്നപ്പോൾ അത് കൊട്ടാരക്കര കൊണ്ടുവന്നു. പറയണം, ഇവിടെ ഒരു വിജിലൻസ് കോടതി വന്നിട്ട് കൊട്ടാരക്കരയ്ക്ക് അനുവദിച്ചത് കൊല്ലത്തിന് പോയി. ഇപ്പം ആലോചിച്ചോണം. അപ്പം ആ റൂറൽ SP ഓഫീസിനെ
അനുവദിച്ചു കഴിഞ്ഞു. ആ കാലാവധി കഴിഞ്ഞു. 2011 അനുവദിച്ചു. അദ്ദേഹം വന്ന് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ തുടങ്ങി. പക്ഷേ അതിന് സ്വന്തമായിട്ട് സ്ഥലം വേണം. അതിന് KIPയുടെ 3 ഏക്കർ 10 സെൻറ്റ് സ്ഥലം വിട്ടുതരാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ആ രേഖ പരിശോധിച്ചാൽ അറിയാം. അത്രയും സ്ഥലം എന്ത് പാടുപെട്ടെന്നറിയോ. മുൻ MLA രാഘവൻ സഖാവിൻ്റെ ചേട്ടൻ അടക്കമുള്ളവരെ ക്വാർട്ടേഴ്സിൽ നിന്നെല്ലാം ഒഴിപ്പിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അനുഭവിച്ച മാനസിക വ്യഥ. എല്ലാവരുമായിട്ട് കൂടിയ ഞാൻ തന്നെ ചെയ്തെന്നൊന്നും ഞാൻ പറയില്ല. മുഴുവൻ പേരുടെ സഹായത്തോടെ നിർബന്ധമായിട്ട് ഇത് വരണമെങ്കിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്ര മനോഹരമായ കെട്ടിടമാണ്. കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ ടേണിൽ അതും ഉദ്ഘാടനം ചെയ്തേനെ. ഏറ്റവും മോഡലായിട്ട് സിവിൽ സ്റ്റേഷൻ 4,65,000 ലിറ്റർ മഴവെള്ള സംഭരണി ഇവിടെയുണ്ട്. നിങ്ങൾക്കറിയാമോ അതെവിടെയാന്ന്? ഇപ്പോൾ സമരം നടത്താനും ധർണ നടത്താനും മനോഹരമായിട്ടുള്ള ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? അതിനോട് ചേർന്ന മതിലിനുള്ളിൽ 4,65,000 ലിറ്റർ മഴവെള്ളം ശേഖരിക്കും. സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കണം. കേരളത്തിൻ്റെ മോഡൽ സിവിൽ സ്റ്റേഷനാണ് കൊട്ടാരക്കര. അന്ന് പ്രതിപക്ഷത്തായിട്ട് പോലും ബഹുമാനപ്പെട്ട MP ഒക്കെ അഭിനന്ദിച്ച് നമ്മുടെ ആ ഹാർഡ് വർക്കിനെ അഭിനന്ദിച്ച് ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യുന്നതിനെ അംഗീകരിക്കുമായിരുന്നു. അതോടൊപ്പം സ്കിൽ പാർക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ വർക്ക് നിയർ ഹോം വന്നതിൻ്റെ പ്രാരബ്ധം എത്രയാണെന്ന് മാധ്യമങ്ങൾ കൂടി ഒന്ന് അന്വേഷിച്ചോ. എത്ര പൈസ ചിലവാകും ഓരോരുത്തർക്കൊന്നും അവിടെ ഇരിക്കുന്നതിന്. അത് ബഹുമാനപ്പെട്ട MP അദ്ദേഹം ഇരുന്നപ്പം ദൂരദർശൻ കേന്ദ്രം ഇവിടെ കൊണ്ടുവന്നിരുന്നത് അത് നിർത്തലാക്കി പോയപ്പോൾ ആ കെട്ടിടമാണ് ഇപ്പോൾ വാടകയ്ക്ക് ഗവൺമെൻറ് എടുത്തിട്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വർക്ക് നിയർ ഹോം. എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അബ്ദുറബ്ബ് മിനിസ്റ്റർ ഇരുന്നപ്പോഴാണ് അസാപ്പ് ഇവിടെ വന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ എത്ര തിളക്കമാർന്ന പദ്ധതിയാണെന്നത് അറിയാമോ? ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കമ്പ്യൂട്ടറും എല്ലാം ഏത് പാവപ്പെട്ട മനുഷ്യനും സൗജന്യമായിട്ട് 100 മണിക്കൂർ പഠിപ്പിക്കുന്ന ആ സ്കീം എത്ര കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്നതെന്ന് ആലോചിച്ച് നോക്കിയ. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് അസാപ്പിൻ്റെ ഈ പ്രോഗ്രാം ആദ്യം പൈലറ്റായിട്ട് ഒരു സ്കൂളിൽ പിന്നെ എല്ലാ സ്കൂളിലേക്കും വന്നതിൻ്റെ വലിയ മെച്ചം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ 6 സ്കിൽ പാർക്കുകൾ അനുവദിച്ചു. 12 കോടി രൂപയാണ് അതിന്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനങ്ങളോട് കൂടിയത്. നിങ്ങൾ പോയി നോക്കിക്കോളൂ. കൊളക്കടയിലുള്ള കേരളത്തിലെ 6 അനുവദിച്ചതിൽ ആദ്യം ഉദ്ഘാടനം ചെയ്തത് കൊട്ടാരക്കര കൊളക്കടയിലാണ്. അവിടെ സിംഗപ്പൂറും കമ്പനികളും സിംഗപ്പൂരും അതുപോലെ കേരളവും ചേർന്ന് സിംഗോ സർവ് കമ്പനിയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സിംഗപ്പൂർ കമ്പനി അവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് അവിടുത്തെ ഒരു സഖാവ് എന്നോട് വിളിച്ച് പറഞ്ഞത്. അങ്ങനെയില്ല, അമേരിക്കക്കാർക്ക് വരാം, US നിന്ന് വരാം, അതുപോലെ ബ്രിട്ടനിൽ നിന്ന് വരാം, ജർമ്മനിയിൽ നിന്ന് വരാം. ഏത് രാജ്യങ്ങളിലുള്ള ഏത് കമ്പനിക്കാർക്കും നമ്മുടെ ഈ സ്കിൽ പാർക്ക് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആദ്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് അനുവദിച്ചു. അതിൻ്റെ സൈറ്റ് ക്ലിയറൻസ് ഒക്കെ ആയി വന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം, അതെല്ലാം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലം. ആ സൈറ്റ് ക്ലിയറൻസ് കൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നായിരുന്നു അതെങ്കിൽ ഇത് ഈ കാലത്തെങ്ങാൻ നടക്കുമോ? 2 കേസാണ് നിരോധനം വന്നത്. അഭിഭാഷകയായിട്ട് ദീർഘവർഷം ഇരുന്നിട്ടുള്ള അനുഭവം കൂടി ഉള്ളതുകൊണ്ട് ആ 2 കേസുകളും ഇവിടെ ADM-നെ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ സെക്രട്ടറിയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി സിവിൽ സ്റ്റേഷനിൽ ഇരുത്തി സംസാരിച്ച് സോൾവ് ചെയ്തു. അങ്ങനെയാണ് അവിടെ പണി തുടങ്ങിയത്. പണി തുടങ്ങാൻ സമ്മതിക്കാതിരുന്നു. അതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു. നിങ്ങൾ പോയി നോക്കിക്കോ. ഞാനിവിടെ വെറുതെ വാചകടിക്കുകയല്ല. അവിടുത്തെ സംവിധാനങ്ങൾ എന്താണ്? ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. പക്ഷേ അത് താഴേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അമേരിക്കൻ കമ്പനിക്ക് റിട്ടേൺ കൊടുക്കാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരി ഞാൻ ഇരുന്ന സമയം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയോ പേര് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിപ്പോയി. വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ അവിടെ. ചെറിയ ഫീസുണ്ട്, പക്ഷേ സൗജന്യമാണ് SC ST വിഭാഗത്തിലുള്ളവർക്ക്. അതുപോലെ BPL-കാർക്ക് കൺസെഷനുണ്ട്. അത് എല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ച് അവരുടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് പ്ലേസ്മെൻ്റ് ആകുക. ഈ സിവിൽ സ്റ്റേഷനിലുണ്ട് കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, സ്കിൽ പാർക്ക് കൂടാതെ. അതും അന്ന് TP രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പം ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് തന്നപ്പോൾ എന്തോ കാര്യത്തെ മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് വന്നത്. അത് ബഹുമാനപ്പെട്ട ബാലഗോപാൽ മന്ത്രി വന്നു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം. പക്ഷേ അന്നേ അത് പൂർത്തീകരിച്ചു. അവിടെ നിന്നിട്ട് സൗജന്യമായിട്ട് 5 പൈസ ഇല്ലാതെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് കമ്പനികളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയപ്പോൾ എത്രയോ പേര് പോയിരിക്കുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ കൂടുതൽ നീട്ടുകയല്ല. ഒരു PR വർക്കും എനിക്കുണ്ടായിരുന്നില്ല. ഞാനൊരു പണക്കാരിയേ അല്ല.
എനിക്കെൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വത്ത് നിങ്ങൾ നോക്കി ഒരു ഓടിട്ട പഴയ 130 വർഷത്തിലധികം 1900 മുമ്പുള്ളൊരു വീട് ഞങ്ങൾക്ക് വീട്ടുകാർ വാങ്ങിച്ചു തന്നിടത്താണ് ഞാൻ താമസിക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. സ്വത്തുക്കളൊന്നുമില്ല, കുറച്ച് കുടുംബ സ്വത്തൊക്കെ ഉണ്ട്, ഏൺ ചെയ്യാനുള്ള സമ്പാദ്യങ്ങളില്ല. പക്ഷേ എനിക്ക് മനുഷ്യൻ്റെ കുറേ സ്നേഹമാണ് എനിക്ക് സമ്പാദ്യമായിട്ടുള്ളത്. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. സുതാര്യമായിരിക്കണം ഏത് കാര്യങ്ങളും. നിങ്ങൾക്കൊക്കെ എന്ത് വേണേലും പരിശോധിക്കാം, ഞങ്ങളെപ്പറ്റിയൊക്കെ എത്ര വേണേലും പരിശോധിക്കാം. ഒന്നുമേ ഇല്ല, പറയാനൊരു കുറ്റവുമില്ലാത്ത, ദീർഘിപ്പിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഷോർട്ട് കട്ട് ചെയ്ത് കേട്ടോ. സമയം വളരെയായി. ഇനിയും പറയാനായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും, ഞാൻ നേതാക്കളുടെ കാര്യമല്ല പറയുന്നത്, അവരെപ്പോഴും വളരെ എന്നേക്കാൾ നന്നായിട്ട് പറയുന്നവരാണ്. ഇവിടെയുള്ള ഓരോ മനുഷ്യരോടും ഓരോ പ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്, ഈ വരുന്ന സമയം, ചുരുങ്ങിയ സമയമുള്ള സമയം കളയാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അമിത ആത്മവിശ്വാസം ഒന്നുമല്ലാതെ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് UDFൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടാകാൻ ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങിച്ച് 100-ലധികം സീറ്റ് വാങ്ങിച്ചുകൊണ്ട് നല്ലൊരു ഭരണമുണ്ടാകാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തണം. വീടാന്തരം ഞാനും പണ്ട് പോയിട്ടുള്ളതാണ് ഭവന സന്ദർശനം. അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ മാജിക്കുകൾ കണ്ണ് കെട്ടിച്ച് കളയരുത്, കണ്ണു തുറന്ന് നോക്കണേ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ വരുന്നവരോട് നോ കോംപ്രമൈസ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ഏത് സാഹചര്യത്തിലും. അപ്പം അവരെയൊക്കെ ചേർത്ത് നിർത്തി, സ്ത്രീകളെ ചേർത്ത് നിർത്തി, ചെറുപ്പക്കാരുടെ നല്ല ഐഡിയാസൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനവും നല്ലൊരു ഗവൺമെൻറ്റും വരണം. അതിന് നമുക്ക് എല്ലാ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ വേണം, അതുപോലെ ചെറുപ്പക്കാർ വേണം, കുട്ടികൾ വേണം, സ്ത്രീകൾ വേണം, എല്ലാ വിഭാഗ ജനങ്ങൾ വേണം. താഴെത്തട്ടിലെ കഷ്ടപ്പെടുന്നവരുടെ അനുഭവങ്ങൾ പഠിക്കണം. ആ തരത്തിൽ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കഴിയാവുന്നത് ചെയ്യാൻ, വലിയ അത്ഭുതങ്ങളെന്നല്ല, മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും നല്ലൊരു മികച്ച ഗവൺമെൻറ്റും ഈ വാചകങ്ങളിലൂടെയും കണ്ടമാനം പണം ചെലവാക്കി വലിയ 100 കോടിയുടെ ബസ്സും ഒക്കെ വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പണം ചെലവാക്കിക്കൊണ്ട് യാത്ര നടത്തിക്കൊണ്ടും പിന്നെ ചെടിച്ചട്ടി എടുത്ത് അടിച്ച് രക്ഷിക്കാതെയും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇന്നലത്തെ ബഡ്ജറ്റിൽ ഞാൻ കണ്ടിരുന്നു, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രോൺ പാർക്കും ഹെലിപ്പാഡും ഒക്കെ വരും, നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം കഠിനാധ്വാനം ചെയ്ത 90 കോടി രൂപ ഇവിടുത്തെ താലൂക്ക് ആശുപത്രിക്ക് അനുവദിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശൈലജ ടീച്ചറിനെയും അന്നത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എല്ലാം പോയി കണ്ട് മുനിസിപ്പാലിറ്റി കൊടുത്ത് തള്ളിയപ്പം ഞാൻ വേറെ തയ്യാറാക്കി കൊണ്ടുപോയി അവിടെ കൊടുത്ത് MLA ക്വാർട്ടേഴ്സിൽ 3 മണിക്കൂറിലധികം KSEBയുടെ എഞ്ചിനീയറോട് സംസാരിച്ച് ഡിസൈൻ കറക്റ്റാക്കിയിട്ടാണ് ആ താലൂക്ക് ആശുപത്രി ബ്രിട്ടീഷ് മോഡലിലാക്കണമെന്ന് പറഞ്ഞ്, നിങ്ങൾ ആ ഓർഡർ എടുത്ത് നോക്കി, അന്ന് മാധ്യമങ്ങൾക്ക് ഞാൻ കൊടുത്തതാണ്, അവരുടെ കയ്യിലെല്ലാം കാണും. അതെ, ബ്രിട്ടീഷ് മോഡലിലുള്ള സൗകര്യത്തോടെ 10 നില വാർഡ് ടവർ, ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അന്നേ തീർന്നിരുന്നു. അപ്പോൾ ആ തീർന്നത് ഉദ്ഘാടനം ചെയ്തു, ബാക്കി അവിടെ പൊളിച്ചിട്ടേക്കുവാണേ. ഈ ഹെലിപ്പാഡ് വരുമ്പോൾ ബാക്കിയുള്ള വലിയ മാജിക്കുകളെല്ലാം വന്ന് ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ദാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ആവേശഭരിതരാക്കുമ്പോൾ കണ്ണീരോടെ കുറേ രോഗികൾ അവിടെ വരുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. ഒരുപാട് പേരുടെ പ്രയാസങ്ങളുണ്ട്. അതിന് ആശ്വാസകരമായിട്ടുള്ള നടപടി ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. റോഡുകൾ, കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡിൻ്റെ അവസ്ഥ BM ചെയ്ത് കഴിഞ്ഞായിരുന്നു ഇറങ്ങുമ്പോൾ, 22 കോടിയുടെയാണത്. കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡ് അത് ഇന്നും അവിടെ കിടക്കുക. ഇപ്പോൾ കുറേശ്ശെ 5 വർഷമായപ്പോൾ എല്ലാ റോഡും മിനുക്ക് പണി ചെയ്യാൻ വന്നാൽ ഇലക്ഷൻ വരുമ്പോഴല്ല മനുഷ്യരോട് സ്നേഹം കാണിക്കേണ്ടത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയണം. കഷ്ടപ്പാടുള്ളവൻ വന്നാൽ എത്ര തിരക്കാണേലും ഒരു 2 മിനിറ്റ് അവർക്ക് വേണ്ടി പറയണം, എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വാചകങ്ങളല്ലാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും മനുഷ്യനെ ഒന്നായി കാണാനുമുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഏറ്റവും സ്നേഹത്തോടെ മുഴുവൻ പേരോടും അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ കേസെടുക്കാൻ പറയാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു വിജയമുണ്ടാകണം. ഏറ്റവും സ്നേഹത്തോടെ പറയട്ടെ, ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈശ്വരാധീനമാണ് എല്ലാത്തിനും. നിങ്ങൾ നൽകിയ സ്നേഹം
അതെനിക്ക് മറുപടി പറയാൻ വാക്കുകളില്ല. സത്യമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ നൽകിയ സ്വീകരണം ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ഇതെന്നിൽ കൂടുതൽ അർപ്പണ മനോഭാവം ഉണ്ടാകണം, കൂടുതൽ ഉത്തരവാദിത്വമാണ് എന്നിലേക്ക് തന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ, നിങ്ങളിലൊരാളായി പ്രവർത്തിക്കാൻ, മനുഷ്യരോടൊപ്പം ജാതി മതത്തിന് അതീതമായി പ്രവർത്തിക്കാൻ ഞാനും ഒരാളായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ PR വർക്കുകളൊക്കെ ഈ നാട്ടിലെ ജനങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ പണക്കാരിയല്ല, എനിക്ക് പൈസയുമില്ല. ഈ മാധ്യമങ്ങൾ എന്നോട് ദേഷ്യപ്പെടാൻ ആരെയും സുഖിപ്പിക്കാൻ പറയുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, പത്രങ്ങളിലും TV-യിലും ഈ മാധ്യമങ്ങളിൽ കൂടിയാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ എപ്പോഴും കുറേ ആളെ വെച്ചിട്ടൊന്നും PR വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതെല്ലാം ചെയ്തു തന്ന ഈ നാട്ടിലെ ജനങ്ങളാണ്, അതുപോലെ ഇവിടുത്തെ മീഡിയയാണ്. അവരോടൊക്കെയുള്ള നന്ദിയും പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും കോൺഗ്രസ് പാർട്ടി എനിക്ക് തരുന്ന സ്നേഹവും കരുതലും നല്ലപോലെ ഓർമ്മയുണ്ട്. ചിലർ കളിയാക്കി പറയും 4 ദിവസത്തേക്ക് ഉള്ളതെന്ന്. ഐഷാപ്പൊറ്റിക്ക് അതൊരു കാര്യമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? എന്നാരും കൂടുതൽ കരുതണമെന്നൊന്നുമല്ല, എനിക്കും അറിയാൻ കരുതാൻ. എല്ലാവരും എപ്പോഴും എല്ലാവരെയും കരുതിക്കോണമെന്നല്ല, നമ്മളെ കരുതാൻ കൂടെ പഠിക്കണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, മുഴുവൻ പേർക്കും നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.